നമസ്കാരം. ചോറ്റാനിക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പിതാവ് മഹേഷ്. തന്റെ മകൾ കബളിപ്പിക്കപ്പെട്ടതാണെന്നും കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ ആരോ മകളെ കെണിയിൽ വീഴ്ത്തിയതാണെന്നും പിതാവ് ആരോപിക്കുന്നു. മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം ചിലർ എന്തൊക്കെ ഒളിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. കൊറിയൻ സംസ്കാരത്തോടും ഭാഷയോടും മകൾക്ക് വലിയ താല്പര്യമായിരുന്നുവെന്ന് പിതാവ് മഹേഷ് സാക്ഷ്യപ്പെടുത്തുന്നു. കൊറിയയിൽ പോയി ജോലി ചെയ്യണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഈ താല്പര്യത്തെ മുതലെടുത്ത് ആരോ അവളെ ചതിക്കുകയായിരുന്നുവെന്നാണ് ആ കുടുംബം വിശ്വസിക്കുന്നത്. മകൾക്ക് കൊറിയൻ സുഹൃത്തുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ പേരിൽ ആരോ അവളെ പറ്റിച്ചതാണ്. കുട്ടികളോ മുതിർന്നവരോ എന്നറിയില്ല. ആരോ അവളെ വലിയ രീതിയിൽ കബളിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൊറിയയിൽ നിന്നെത്തിയ പേരിൽ അവൾ വീട്ടിൽ ഒരു സമ്മാനം കൊണ്ടുവന്നിരുന്നു. അന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് ഇത് ആരോ പറ്റിക്കുന്നതാണെന്ന്. താൻ ചതിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞതിലെ മനോവിഷമത്തിലാകാം മകൾ ഈ കടുങ്കൈ ചെയ്തത്. സ്കൂളിൽ മകൾ ഫോൺ കൊണ്ടുപോയിരുന്നത് വീട്ടുകാരുടെ അറിവോടെയായിരുന്നു. മുൻപൊരിക്കൽ വീട് പരിക്കേറ്റപ്പോൾ സുരക്ഷ മുൻനിർത്തിയാണ് ഫോൺ നൽകിയത്. എന്നാൽ മകളുടെ സുഹൃത്തുക്കൾ പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതായും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല എന്നും മഹേഷ് ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് വെനം എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ സ്വാധീനമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സത്യം പുറത്തു വരണമെന്നും തന്റെ മക്കൾക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കരുതെന്നും വിതുമ്പലോടെ മഹേഷ് പറയുന്നു. ഈ മരണത്തിന് പിന്നിലെ കാണാപ്പുറങ്ങൾ തേടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ചോറ്റാനിക്കര പോലീസ്. കൊറിയൻ പെണ്ണുങ്ങൾക്ക് പോലും വേണ്ടാതിരുന്ന കൊറിയൻ ചെക്കന്മാർക്ക് വേണ്ടി ഇന്ന് നമ്മുടെ പെൺമക്കൾ മരിക്കുവാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ മനസ്സിനെ കൊറിയൻ തരംഗം എത്രത്തോളം ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടുത്തെ ആൺപിള്ളേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നത് ഈ വാർത്തയെ ട്രോളി വന്ന ആ പരിഹാസ കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു കാലത്ത് മീശയില്ലാത്ത പെണ്ണുങ്ങളെ പോലെ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞ് അവരുടെ നാട്ടിലെ പെണ്ണുങ്ങൾ വരെ കളിയാക്കി തള്ളിയ കൊറിയൻ യുവാക്കൾക്ക് വേണ്ടി ഇന്ന് സ്വന്തം ജീവൻ പോലും കളയുവാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു മാസ് ഹിസ്റ്റീരിയ ഇവിടെ എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു പെൺകുട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് കരുതുന്നവർ സ്വന്തം മക്കളുടെയോ പെൺമക്കളുടെയോ ഫോൺ വാങ്ങിയൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഇത് കൊറിയൻ പിള്ളേരുടെ ചിത്രങ്ങളോ പ്ലേലിസ്റ്റോ ഒക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ കഴിയും. അത്രമാത്രം നമ്മുടെ പെൺകുട്ടികൾ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് അവരോട് ഇത്രയധികം ആകർഷണം തോന്നുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുമുണ്ട്. മനഃശാസ്ത്രപരമായി സ്ത്രീകൾ എപ്പോഴും ആകർഷിക്കപ്പെടുന്നത് കരുത്തനായ, ആരോഗ്യമുള്ള, സംരക്ഷിക്കാൻ കഴിവുള്ള പുരുഷന്മാരെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പോലെ ഇരിക്കുന്ന കൊറിയൻ ആണുങ്ങളെ ഒരു കാലത്ത് അവിടുത്തെ പെണ്ണുങ്ങൾക്ക് പോലും വേണ്ടായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ അവിടുത്തെ ആണുങ്ങൾ ജനിതകപരമായി തങ്ങൾക്കുള്ള കുറവുകളെ മറികടക്കുവാൻ ശ്രമിച്ചു. കൊറിയൻ ആണുങ്ങൾ തങ്ങളുടെ ബെറ്റർ വേർഷൻ പുറത്തെടുക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ജങ്ക് ഫുഡ് കൾച്ചറിലേക്ക് വഴുതി വീണു. എന്താണിതിലെ സയൻസ്? മനുഷ്യർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വാഭാവികമായി ആകർഷണം തോന്നുന്നത് ആരോഗ്യമുള്ള പങ്കാളിയോടാണ്. കൊറിയൻ പോപ്പ് കൾച്ചർ വിൽക്കുന്നത് ഈ എക്സ്ട്രീം ഹെൽത്ത് ആണ്. മുഖത്ത് ഒരു പാട് പോലും ഇല്ലാത്ത തിളങ്ങുന്ന ചർമ്മം, കൃത്യമായ ഷേപ്പുള്ള ശരീരം, വൃത്തി എന്നിവയെല്ലാം മികച്ച ജനിതക ഗുണങ്ങളുടെ ലക്ഷണമായാണ് നമ്മുടെ ഉപബോധ മനസ്സ് കാണുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിലെ ശരാശരി പുരുഷന്മാരിലേക്ക് നോക്കിയാലോ, 30 വയസ്സാകുമ്പോഴേക്കും വ്യായാമം ചെയ്യാതെ, കുടവേർ ചാടി, ഗ്രൂമിങ്ങിൽ ശ്രദ്ധിക്കാതെ കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാ സിക്സ് പാക്ക് എന്ന് പറഞ്ഞു നടന്നു. പെൺകുട്ടികളുടെ കണ്ണിൽ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കുവാൻ മെനക്കെടാത്ത അങ്കിൾ സിൻഡ്രോം ബാധിച്ച ഇവിടുത്തെ ആണുങ്ങളെക്കാൾ മണിക്കൂറുകൾ ജിമ്മിലും ഗ്രൂമിങ്ങിലും ചെലവഴിച്ച് സ്വയം ഒരു ശില്പം പോലെ കൊണ്ടു നടക്കുന്ന പുരുഷന്മാർ 1000 മടങ്ങ് ആകർഷകരായി മാറി. ഇവിടെയാണ് ഹാലോ എഫക്റ്റ് എന്ന മനഃശാസ്ത്ര തത്വം പ്രവർത്തിക്കുന്നത്. ഒരാളെ കാണാൻ സുന്ദരനാണെങ്കിൽ അയാൾ സ്വഭാവത്തിലും മിടുക്കനായിരിക്കുമെന്ന നമ്മുടെ തലച്ചോറ് തെറ്റായി ധരിക്കുന്ന അവസ്ഥയാണിത്. കൊറിയൻ ഡ്രാമകൾ ഈ ചിന്തയെ കൃത്യമായി മുതലെടുക്കുന്നു. ഇവിടെ നായകൻ വെറും സുന്ദരൻ മാത്രമല്ല, പെൺകുട്ടിയുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന, ഇമോഷണലി അവളോട് കണക്ട് ചെയ്യുന്ന, എന്നാൽ ആവശ്യമുള്ളപ്പോൾ സംരക്ഷിക്കാൻ കഴിവുള്ള ജെന്റിൽ പ്രൊട്ടക്ടറാണ്. നമ്മുടെ സിനിമകളിലെ നായകന്മാർ പലപ്പോഴും ദേശീയക്കാരോ അല്ലെങ്കിൽ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരോ ആകുമ്പോൾ കൊറിയൻ നായകന്മാർ പെൺകുട്ടികൾക്ക് നൽകുന്നത് അവർ ആഗ്രഹിക്കുന്ന ബഹുമാനവും പരിഗണനയുമാണ്. ഇത് സ്ക്രീനിലെ അഭിനയമാണെങ്കിൽ കൂടി കാണുന്ന പെൺകുട്ടിയുടെ തലച്ചോറിൽ ഡോപ്പമീൻ റിലീസ് ഉണ്ടാവുകയും അതൊരു ലഹരിയായി മാറുകയും ചെയ്യുന്നു. അന്നും ഇന്നും പെണ്ണിന് പണം തന്നെ മുഖ്യമെന്ന അമ്മാവൻ ചിന്തയിലാണ് ഇന്നും നമ്മുടെ ആൺപിള്ളേർ. പണ്ടത് സത്യമായിരുന്നു. പക്ഷെ ഇന്നും അത് മാത്രം വിശ്വസിച്ചിരുന്നാൽ നിങ്ങൾക്ക് തെറ്റി. ആവശ്യവും ആഗ്രഹവും ഒന്നല്ല, രണ്ടാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പെണ്ണുങ്ങൾ സാമ്പത്തിക ഭദ്രത നോക്കുന്നത് സുരക്ഷിതത്തിന് വേണ്ടിയാണ്. പണം കൊണ്ട് നിങ്ങൾക്കൊരു ഭാര്യയെ കിട്ടിയേക്കാം, പക്ഷെ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ശാരീരികമായ ആകർഷണം തോന്നണം എന്നില്ല. കൊറിയൻ യുവാക്കളോട് അവർക്ക് തോന്നുന്നത് ആകർഷണം അഥവാ ഡിസയർ ആണ്. പണം ഉള്ളതുകൊണ്ട് മാത്രമല്ല, അവരെ കാണുമ്പോൾ ഇവനെ എനിക്ക് വേണമെന്ന് തോന്നുന്ന ഒരു സ്പാർക്കാണത്. പെൺകുട്ടികളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വഴി അവർ ഇന്ന് കാണുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പുരുഷന്മാരെയാണ്.
അവരുടെ സ്റ്റാൻഡേർഡ് കൂടി. എന്നാൽ നമ്മുടെ ആണുങ്ങളുടെ സ്റ്റാൻഡേർഡ് വളരെ താഴെ പോയി. ഇന്ന് പെൺകുട്ടികൾ പഠിച്ചവരും ജോലിയുള്ളവരുമാണ്. അപ്പോൾ അവരെക്കാൾ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം മാത്രം നിൽക്കുന്ന ആണുങ്ങളെ അവർക്ക് വേണ്ട. അവർ ബെറ്റർ ഓപ്ഷൻ കാത്തിരിക്കും. പണ്ട് പ്രായം കഴിഞ്ഞാലോ എന്ന് പേടിച്ച് ഇനി കിട്ടുന്നവനെ കെട്ടാമെന്ന് പെണ്ണുങ്ങൾ കരുതിയിരുന്നു. ഇന്ന് മോശം ഒരുത്തിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സിംഗിൾ ആയിരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതൽ. പണ്ട് പുരുഷനൊരു പ്രൊവൈഡർ ആയിരുന്നു. അവൾക്ക് ജീവിക്കാൻ അവന്റെ പണം വേണമായിരുന്നു. ഇന്ന് പെൺകുട്ടികൾക്ക് സ്വന്തമായി വരുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പണം മാത്രം കണ്ട് ആരും വാലാട്ടി വരില്ല എന്ന് ചുരുക്കം. ഈ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ അപകടം പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന അവസ്ഥയാണ്. സ്ക്രീനിൽ കാണുന്ന തങ്ങളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സെലിബ്രിറ്റികളുമായി പെൺകുട്ടികൾ മാനസികമായി അടുക്കുകയും അവർ തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ 16-കാരി മരിച്ചതും ഈ ഒരു മിഥ്യാധാരണ കാരണമാണ്. താൻ ചാറ്റ് ചെയ്യുന്നത് യഥാർത്ഥ കൊറിയക്കാരനോടാണോ അതോ ഏതെങ്കിലും തട്ടിപ്പുകാരനോടാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആ പെൺകുട്ടിയുടെ യുക്തി ആ ആരാധന കീഴടക്കി കളഞ്ഞു. ആ 16-കാരിയുടെ മരണം ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ പെൺകുട്ടികൾ ജീവിക്കുന്നത് റിയാലിറ്റിയിലല്ല, ഒരു വെർച്വൽ ഫാന്റസി ലോകത്താണ്. അതിനെ വെറുമൊരു ഭ്രാന്ത് എന്ന് വിളിച്ച് പരിഹസിച്ച് തള്ളിക്കളയാതെ സ്വന്തം നിലവാരം ഉയർത്തി റിയൽ ലൈഫിലെ ഹീറോകളാകാൻ നമ്മുടെ ആൺകുട്ടികൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ സ്ക്രീനിലെ വ്യാജ രൂപങ്ങൾക്ക് മുന്നിൽ നമ്മുടെ തലമുറ ഇനിയും തോറ്റുപോകും. ചോറ്റാനിക്കരയെ നടിക്കുക ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും നിഴലിലാണ്. ഒരു കൗമാരക്കാരുടെ സ്വപ്നങ്ങളെയും താല്പര്യങ്ങളെയും ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികൾ എങ്ങനെ വേട്ടയാടി എന്നതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. സോഷ്യൽ മീഡിയയിലെ അദൃശ്യ സുഹൃത്തുക്കളും ബ്ലാക്ക് മെനം പോലുള്ള നിഗൂഢ ഗ്രൂപ്പുകളും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. പിതാവ് മഹേഷിന്റെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് കേരളത്തിലെ ഓരോ മാതാപിതാക്കൾക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ പുറത്തുവരുന്നതോടെ ഈ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.